കുഞ്ഞുങ്ങളുടെ ദന്തക്ഷയം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ പല കുട്ടികളും ചിലപ്പോൾ സ്വീറ്റ്സ് കഴിക്കുന്നുണ്ടാവും. ഇപ്പൊ ചില ആൾക്കാരുടെ പറഞ്ഞതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പൊ ചിലർ ഞാൻ നേരത്തെ പറഞ്ഞു ഒരാളുടെ ബോഡി പ്രതികരിക്കുന്ന പോലെയല്ല മറ്റൊരാളുടെ ബോഡി എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ ഒരു കുഞ്ഞിന്റെ അടുത്ത് നമ്മളിപ്പോൾ ചോക്ലേറ്റും ഉണ്ട് ഐസ്ക്രീമും ഉണ്ട്. ഇതിനകത്ത് രണ്ടും കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുന്നതിന് വലിയ തെറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന ടൈപ്പിലാണ്. അതേസമയം ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ തന്നെ ചില കുട്ടികളുടെ പല്ലിന്റെ പ്രതലം എന്ന് പറയുന്നത് കുറച്ചുകൂടി കുഴിഞ്ഞ പ്രതലമായിരിക്കും, ചിലർക്ക് കുറച്ചുകൂടി പരന്ന പ്രതലമായിരിക്കും. പരന്ന പ്രതലത്തിലുള്ള ഒരു കുട്ടി ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചാലും ചിലപ്പോൾ അത്രയും പെട്ടെന്ന് ദന്തക്ഷയം വരണമെന്നില്ല. പക്ഷെ കുഴിഞ്ഞ പ്രതലത്തിലുള്ള ഒരു പല്ലാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ചോക്ലേറ്റിന്റെ ഒരു അംശം കുറെ നേരം പറ്റിപ്പിടിച്ചിരിക്കും. ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമ്മളുടെ വാക്കകത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം തങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ അതിനെ ചുറ്റിപ്പറ്റി അണുക്കൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് അത് ആസിഡ് അല്ലെങ്കിൽ അമ്ല സ്വഭാവത്തിലുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങും. അത് അവിടെ ഇരുന്നിട്ട് ആ ഒരു അമ്ല സ്വഭാവം കൈവരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് പല്ല് ദന്തക്ഷയം അല്ലെങ്കിൽ പോടുണ്ടാവുന്നത്.